എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ യുക്രൈൻ വാറിനെ പറ്റിയിട്ടും നമ്മൾ എങ്ങനെയാണ് എസ്കേപ്പ് ചെയ്തതെന്നുമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളോടെല്ലാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഹരിപ്രിയയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും കൈയടിച്ചു. അന്നേരം നമ്മൾ കേക്ക് ഒക്കെ മുറിച്ചു, സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഫെബ്രുവരി 24 2022 ആ സംഭവം നടന്നത്. ഇതുപോലെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് 24-ാം തീയതി ആയപ്പോഴായിരുന്നു ആ വലിയ സംഭവം ഉണ്ടായത് ഗൈസ്. ഈ വലിയ സംഭവം ഉദ്ദേശിച്ച് നമ്മൾ യുക്രൈനിൽ നിന്ന് വന്നത് തന്നെയാണ്. വാറിൽ നിന്ന് നമ്മൾ എങ്ങനെ എസ്കേപ്പ് ആയി വന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആ സ്റ്റോറി കേൾക്കാൻ ആകാശമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അന്നേരം ഇന്ന് അത് തന്നെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്, ഞങ്ങൾ എങ്ങനെ യുക്രൈനിൽ നിന്നും നാട്ടിലേക്ക് വന്നു എന്നുള്ളത്. അന്നേരം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് എല്ലാവരും വീഡിയോ കാണുക അവസാനം വരെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അന്നേരം കഥ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഞങ്ങള് അതിനു മുമ്പ് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ യുക്രൈനിലേക്ക് പോയതെന്ന് പറയാം. ഞങ്ങൾ ഇതുപോലെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഈ നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അവിടെ നിന്ന് നമ്മൾ എക്സാം ഒക്കെ എഴുതി നമുക്ക് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്തു. അന്നേരമാണ് നമ്മളുടെ ഒരു സുഹൃത്ത് വഴി യുക്രൈനിലെ എബ്രോഡ് MBBS പഠിക്കുന്നതിനെ പറ്റി സജഷനും പറഞ്ഞത്. അതെ, അന്നേരം തന്നെ നമ്മുടെ കൂടെ റിപ്പീറ്റ് ചെയ്ത കുറച്ച് പേര് ഈ എബ്രോഡ് നോക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ എബ്രോഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നാട്ടില് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോളേജിൽ നമുക്ക് കയറാം എന്നൊരു ഇതിലായിരുന്നു നമ്മൾ ഇരുന്നത് തന്നെ. എന്റെയും ഇവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽഡ് എടുക്കണമെന്നും പഠിക്കണമെന്നും ഉള്ളത്. ആ ഭയങ്കര ആഗ്രഹം കാരണമാണ് ഞങ്ങൾ എബ്രോഡിലോട്ട് മാറിയത് തന്നെ, ഈ കോഴ്സ് തന്നെ എടുത്തത് തന്നെ. അതും MBBS തന്നെ നമുക്ക് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ BDS കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ MBBS വേണമെന്നും പറഞ്ഞ് തന്നെ പിന്നുള്ളൊരു ഓപ്ഷൻ എബ്രോഡിലേക്ക് നോക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ നമ്മളൊരു ഏജൻസി കോണ്ടാക്ട് ചെയ്ത് അതുവഴിയാണ് നമ്മൾ യുക്രൈനിലേക്ക് എത്തുന്നത്. ആ ടൈം ഞങ്ങൾക്കും യുക്രൈൻ എന്താണ് എവിടാണ് എന്നുള്ളതൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ അഡ്മിഷന്റെ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പോയവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചുമാണ് നമ്മൾ അവിടേക്ക് നമ്മൾ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഫീസും നമ്മളെ കൊണ്ട് അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് ആയിരുന്നു എന്ന് കരുതി ഞങ്ങൾ റിച്ച് ആണ്, കാശ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അങ്ങനെയൊക്കെ അല്ല, നമ്മള് എഡ്യൂക്കേഷൻ ലോണ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് അഡ്മിഷൻ നമ്മൾ എടുത്തത്. അന്നേരം നമ്മുടെ നാട്ടിലെ ഫീസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഫീസാണ്. അതുകൊണ്ട് അതിലും കുറച്ച് പൈസ കൊണ്ട് നമുക്ക് അവിടെ നമുക്ക് പഠിച്ചിറങ്ങാം. നാട്ടിൽ വന്ന് നമുക്ക് എക്സാം എഴുതി നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്ത് നമുക്ക് ലൈസൻസ് എടുക്കാം എന്നുള്ള ഒരു ഇതൊക്കെ വെച്ചാണ് ഞങ്ങള് യുക്രൈനിലേക്ക് പോയത്. അങ്ങനെയാണ് ഞങ്ങൾ യുക്രൈനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് യുക്രൈനിലേക്ക് വരികയായിരുന്നു. ഫസ്റ്റ് ടൈം വന്നപ്പോഴൊന്നും അതെ നമുക്ക് ഒരു വലിയൊരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം പയ്യെ പഠിച്ചത്. പുതിയൊരു സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ ഭാഷ, അങ്ങനെ പുതിയ രീതികൾ, അങ്ങനെ കുറെ ഞങ്ങള് ബുദ്ധിമുട്ടി. എല്ലാം ഒന്ന് പഠിച്ചു വരാം, കാരണം നമ്മുടെ നാടല്ലല്ലോ. അന്നേരം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരുന്നത്. അന്നേരം ഫസ്റ്റ് ഇയർ നമ്മൾ പോയപ്പോൾ നമുക്ക് ഹോസ്റ്റൽ കോളേജ് ഹോസ്റ്റൽ കമ്പൽസറി ആയിരുന്നു. അന്നേരം ഞങ്ങൾ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലാണ് നിന്നത്. സെക്കൻഡ് ഇയർ തൊട്ടായിരുന്നു ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറിയത്. കാരണം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്റ്റൽ ഫീസിനൊക്കെ കുറച്ചുകൂടി അഫോർഡബിൾ ഫ്ലാറ്റിൽ നിൽക്കുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ മാറുമായിരുന്നു ചെയ്തത്. ഫ്ലാറ്റിലായിരുന്നു സെക്കൻഡ് ഇയർ തൊട്ട് താമസിച്ചത്. അതെ, സെക്കൻഡ് ഇയർ തൊട്ട് ഞങ്ങൾ ഫ്ലാറ്റിലായിരുന്നു. അന്നേരം ഈ വാർ നടക്കുന്ന ടൈമിൽ ഞങ്ങൾ തേർഡ് ഇയർ ആയിരുന്നു. ആ ടൈമിൽ നമ്മൾ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു നമ്മൾ നിന്നത്. ആ സെയിം സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഞങ്ങൾ നിന്ന സ്ഥലം എന്ന് പറയുന്നത് ഒലസ്കി വിസ്ക എന്ന് പറയും. അന്നേരം അതിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റോപ്പ് ആയിരുന്നു ഈ പെർമോഹ എന്ന് പറയുന്നത്. ഈ പെർമോഹിൽ നിന്നും ഒരു 40 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ റഷ്യൻ ബോർഡർ. അതുപോലെ ഞങ്ങൾ ഈ വാർ നടന്ന ടൈമിലൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. അന്നേരം ഈ പ്രശ്നം നടക്കുന്നതിന് ഒരു 1 വീക്ക് 2 വീക്ക് മുമ്പ് നമുക്ക് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. റഷ്യൻ യുക്രൈൻ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്, എല്ലാവരും അലർട്ട് ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു മെസ്സേജ്. പക്ഷെ നമ്മൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. നമുക്ക് അതിനെപ്പറ്റി ആക്ച്വലി നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വേൾഡ് വാറിനെ പറ്റിയിട്ടും ഒക്കെ. അതെ,
പക്ഷെ നമ്മൾക്ക് അത് നേരിട്ട് ഒരു ഫീൽ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അതുപോലെ നമ്മൾ നമ്മുടെ മലയാള സിനിമകളിൽ തന്നെ കണ്ടിട്ടുണ്ട്, ലാലേട്ടന്റെ ഒക്കെ ഫിലിമിലെ നമ്മൾ കണ്ടിട്ടുണ്ട്, ബോർഡറിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വാർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യം. അന്നേരം പറഞ്ഞു നിർത്തിയത് ഈ പരമോഹ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ്. അന്നേരം ഈ ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അന്നേരം കുറെയൊക്കെ ഫേക്ക് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് വീണ്ടും ഫോർവേഡ് ചെയ്ത് ബോർഡറുകളിൽ പ്രശ്നം ഉണ്ടായ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചിലതൊക്കെ വന്നത്. അന്നേരം ഞങ്ങൾ അത്രയും സീരിയസ് ആയി കണ്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ തന്നെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ വന്നപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി എൻക്വയറി ഉണ്ടായി. അന്നേരം യൂണിവേഴ്സിറ്റിയിൽ നിന്നും പറഞ്ഞത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾ സ്റ്റഡീസിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുക, ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല, അവരും ഇവിടെ തന്നെ നിൽക്കുന്നവരാണ്, അവർക്ക് ഇതുവരെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, നിങ്ങളും സേഫ് ആയിരിക്കും എന്നൊരു മെസ്സേജസ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് അറ്റൻഡൻസ് ഭയങ്കര കമ്പൽസറി ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഒരു സബ്ജക്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇയർ ബാക്ക് ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകും. അന്നേരം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തേർഡ് ഇയർ ആകുമ്പോൾ ഒരു സ്റ്റേറ്റ് എക്സാം ഉണ്ട്, അതിന് ക്രോക്ക് എന്നാണ് അതിന്റെ പേര്. അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്ന ടൈം ആയിരുന്നു. സോ നമുക്ക് നാട്ടിൽ പോകാനും ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടിയോണ്ട് നമ്മള് നോർമൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ ഉള്ളവർ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലെന്ന് നമ്മളും കരുതി അങ്ങനെ യൂഷ്വലി പോയി കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു 1 വീക്ക് കഴിഞ്ഞു. ഈ പ്രശ്നം നടക്കുന്നതിന് 2-3 ദിവസം വീണ്ടും ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ചില ന്യൂസ് ചാനലുകളിലൊക്കെ ഈ റഷ്യൻ യുക്രൈൻ ബോർഡറിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഏത് സമയവും യുക്രൈനിലേക്ക് റഷ്യ ഇൻവേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള മെസ്സേജുകൾ വരാൻ തുടങ്ങി. അന്നേരം നമ്മള് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലായിരുന്നു. വീണ്ടും നമ്മള് ക്ലാസ്സിന് പോകുമ്പോഴും നമ്മുടെ ടീച്ചേഴ്സിനോടെല്ലാം നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഞങ്ങൾ നാട്ടിൽ പോകേണ്ടി വരുമോ. അന്നേരം അവർ തന്ന റെസ്പോൺസും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾ കമ്പൽസറി ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എക്സാംസ് ഒക്കെ എഴുതുക, അങ്ങനെയൊക്കെയുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു ടീച്ചേഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയത്. അന്നേരം ഈ വാർ നടക്കുന്നത് 2022 ഫെബ്രുവരി 24-നായിരുന്നു. അന്നേരം ഈ ഫെബ്രുവരി 23 വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം ക്ലാസ് കഴിഞ്ഞ്, അന്ന് എനിക്ക് തോന്നുന്നു പീഡിയാട്രിക്സിന്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു നടന്നു വരുമ്പോൾ ഞങ്ങൾ വഴിയിലൊക്കെ നമ്മുടെ ഈ ടാങ്ക് ആർമിയുടെ ടാങ്ക് നമ്മൾ കണ്ടു. അന്നേരം ഞങ്ങൾ വിചാരിച്ചത് ബോർഡർ 40 കിലോമീറ്റേഴ്സ് അകലെയാണല്ലോ, ചിലപ്പോൾ ബോർഡറിലെ പ്രശ്നങ്ങൾ കാരണം വല്ലതും അങ്ങോട്ട് പോകുന്ന വണ്ടികളാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ ക്ലാസ് വൈകിട്ട് 5 മണിയോടെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തി. അന്നേരം നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഒരു കമ്പൽസറി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അന്നേരം നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഞങ്ങളുടെ മെഡിക്കൽ ചെക്കപ്പ് ആണ് ഞങ്ങളുടെ ഇയേഴ്സിന്, ഞങ്ങളുടെ ഗ്രൂപ്പിന്. അന്നേരം നമ്മൾ രാവിലെ ഒരു 8 മണിക്കാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ്. അന്നേരം ഒരു 6 മണിക്ക് നമ്മൾ ഇറങ്ങിയാല് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ല, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വേണം പോവാന്. അങ്ങനെ നമ്മളൊരു 6 മണിക്ക് ഇറങ്ങിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ 23-ാം തീയതി രാത്രി നേരത്തെ തന്നെ കിടന്നുറങ്ങാം, കാരണം രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമല്ലോ. ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. അന്നേരം ഈ ക്ലാസ്സിന്, ഈ പീഡിയാട്രിക് ക്ലാസ് ഞങ്ങളന്ന് വൈകിട്ട് പോയ സമയത്ത് ഞങ്ങൾ ടീച്ചറിനോട് ചോദിച്ചു ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അന്നേരമാണ് ഒരു മെസ്സേജ് വന്നത്, ഒരു ചൈൽഡ് ഹോസ്പിറ്റൽ, ഐ തിങ്ക് ചൈൽഡ് ഹോസ്പിറ്റൽ ആണോ, ഒരു കിൻഡർ ഗാർഡനിലേക്ക് ഷെല്ലാക്രമണം ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഈ മെസ്സേജ് വരുന്ന കണ്ടിട്ട് ടീച്ചറിനോട് ചോദിച്ചു. അന്നേരവും ടീച്ചർ പറഞ്ഞത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് നാളെ ചെക്കപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ തന്നെ ശ്രദ്ധിക്കുക, ഞങ്ങളും അതുപോലെ തന്നെ നിൽക്കുന്നതല്ലേ ഇവിടെ, ഞങ്ങൾ ഇതുവരെ ഒരു പ്രശ്നവും ഫേസ് ചെയ്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു ടീച്ചറും പറഞ്ഞത്. അന്നേരം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ കുറെ കുട്ടികൾ ചിലവരെല്ലാം ടിക്കറ്റ് എടുത്തായിരുന്നു. കാരണം ആ ടൈമിൽ നമുക്ക് എംബസിയുടെ ഒരു നോട്ടീസ് വന്നായിരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അലേർട്ട് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അത് കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കുട്ടികളൊക്കെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരു സംസാരം വന്നു. ആ ടൈമിൽ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 1 സൈഡൊക്കെ നമുക്ക് 1 lakh അടുപ്പിച്ചായിരുന്നു. 2 സൈഡിലേക്കുള്ള റേറ്റ് ആയിരുന്നു, ഒരു സൈഡിലേക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്നേരം നമുക്ക് വീട്ടിൽ പറഞ്ഞാലും പെട്ടെന്ന് അത്ര എമൗണ്ട് ടിക്കറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു. പിന്നെ പ്രശ്നങ്ങളുടെ എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ട് മുന്നോട്ടുള്ള തീരുമാനം എടുക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് പോകുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു, കാരണം നമുക്ക് എക്സാം ഉണ്ട്, നമുക്ക് പഠിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു രാത്രിയിൽ വീട്ടിൽ നമ്മൾ കോൾ ചെയ്തപ്പോഴും നമ്മളെല്ലാം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, കാരണം അവരും അറിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് അവിടെ നടക്കുന്നുണ്ടായിട്ടൊക്കെ കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ്ലി സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫോണൊക്കെ വെച്ച്. അതെ, അന്നേരം ടിക്കറ്റ് എടുക്കുന്ന കാര്യം ചോദിച്ചു. അന്നേരം ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ ചെക്കപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു. കാരണം വീട്ടിലും ഒരു സമാധാനമില്ല, നമ്മുടെ ന്യൂസ് ചാനലുകളിലും ആണെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ ന്യൂസുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങള് അന്ന് രാത്രി കിടന്നുറങ്ങി ഒരു 24 രാവിലെ ഒരു 4 മണിയായപ്പോൾ ഭയങ്കര ഒരു ശബ്ദം. കാരണം നമ്മള് ഈ
ഉത്സവപ്പറമ്പിലൊക്കെ അതെ ഉത്സവപ്പറമ്പിൽ ഈ വെടിക്കെട്ട് ഒക്കെ കേൾക്കുന്ന പോലെ കേക്ക് വരുമ്പോ എങ്ങനെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബെഡ് വിൻഡോസ് എല്ലാം ഭയങ്കരമായിട്ട് കുലുങ്ങാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി ഉണർന്നപ്പോ ഈ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ശബ്ദം വീണ്ടും ഈ നിൽക്കുന്നില്ല. 2 മിനിറ്റ് കൂടും തോറും ഈ ശബ്ദം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം ഞാൻ ഇവളെ പെട്ടെന്ന് തട്ടി വിളിച്ചപ്പം ഇവള് പറഞ്ഞു സാധാരണ അവിടെ രാത്രിയിലൊക്കെ ആയിരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോ ഇനി അത് വല്ലതും ആയിരിക്കാം എന്ന് കരുതി. അന്നേരത്തേക്ക് ഞാൻ ഫോൺ എടുത്ത് നോക്കി. ടൈം നോക്കിയപ്പം 4:30 ആയതുള്ളൂ. അന്നേരം വാട്സപ്പിൽ തുരുതുരാന്ന് മെസ്സേജ് വരാൻ തുടങ്ങി. നോക്കിയപ്പോ നമ്മുടെ കോളേജ് ഗ്രൂപ്പിലും നമ്മളല്ലാത്ത ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് വരുന്നു. റഷ്യൻ ട്രൂപ്സ് നമ്മുടെ യുക്രൈൻ ബോർഡർ കടന്ന് അകത്ത് കയറിയിരിക്കുന്നു, യുദ്ധം ആരംഭിച്ചു എന്നുള്ള ന്യൂസാണ് ഞങ്ങൾ കാണുന്നത്. അന്നേരമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ശബ്ദം മിസൈൽസിന്റെ ആയിരുന്നു. അതൊരു ട്രയൽ അല്ല, അവരത് ഇൻവേഡ് ചെയ്തു എന്നുള്ള ഒരു സിഗ്നൽ ആയിരുന്നു ആ ശബ്ദം. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് ശബ്ദങ്ങൾ ദൂരേനെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. ഉടനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു അറിയിച്ചു. ഓൾറെഡി അവിടെ അറിഞ്ഞു, കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അതിന് മുമ്പ് തലേന്ന് രാത്രി നമ്മൾ വീട്ടിൽ വിളിച്ചപ്പോഴേ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വരണമല്ലോ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾ പെട്ടിയിലിട്ടാക്കും. പാസ്പോർട്ട് ഡോക്യുമെന്റ്സ് ഫസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ലാപ്ടോപ്പ് ബാഗിനകത്ത് ലാപ്ടോപ്പ് എടുത്ത് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഡോക്യുമെന്റ്സ് എല്ലാം ഒരു ബാഗിൽ വെച്ചു. പിന്നെ അത്യാവശ്യം 2 ജോഡി ഡ്രസ് എടുത്തു. പിന്നെ ബാക്കി സാധനങ്ങൾ നമ്മൾ ട്രോളി ബാഗിലേക്ക് എടുത്ത് വെച്ചായിരുന്നു ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ. അന്നേരം വീട്ടിലേക്ക് രാവിലെ ഇതുപോലെ ശബ്ദം കേട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് അവിടെയൊക്കെ ന്യൂസ് ചാനൽ അന്നേരം വെച്ചു. കാരണം നമ്മുടെ നാട്ടിൽ അന്നേരം ടൈം ആയി, രാവിലെ ആയി, എല്ലാവരും പത്രം വായിക്കുന്ന ന്യൂസ് കാണുന്ന ടൈം ആയി. അപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനൽ അറിയാലോ, അവിടെ ചെറിയ കാര്യം മതി, പിന്നെ അത് ഇച്ചിരി കൂടി സ്പ്രെഡ് ആവുമല്ലോ നല്ല രീതിക്ക്. ആക്ച്വലി ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമായി, ഭയങ്കര എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ അതിലും ടെൻഷൻ. കാരണം ഫ്ലാറ്റിലാണെങ്കിലും അന്ന് ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പുറമേ നോക്കുക, വിൻഡോസിലൂടെ ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ദൂരെ ഫയർ വർക്ക് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒന്നോടെ പാനിക്കായി. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ വിളിച്ചു. കിളികളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനത്തെയൊക്കെയാണ് ഞങ്ങൾ രാവിലെ കാണുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലാറ്റുകളെല്ലാം ലൈറ്റ്സ് ഓൺ ആയി, പേര് ഫ്ലാറ്റുകളിൽ നിന്ന് വെളിയിലിറങ്ങുന്നു. അതെ, അങ്ങനെ അന്നേരമാണ് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പോകണം, ഒരു പിടിയില്ല നിൽക്കുന്ന ടൈം. അപ്പം നമുക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. എല്ലാവരും സേഫ് ആയിരിക്കുക, ആരും പുറത്തിറങ്ങരുത്, എല്ലാവരും ബങ്കറിലേക്ക് മാറുക. അന്നേരമാണ് ഈ ബങ്കർ. അന്നേരം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്ന് 3 ഇയറിൽ ഞങ്ങൾ ഇതുവരെ ബങ്കർ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തുവാണെന്നുള്ളത്. അങ്ങനെ അന്നേരമാണ് മനസ്സിലായി നമ്മുടെ ഏരിയയിൽ തന്നെ ഒരു അറൌണ്ട് 50 ബങ്കേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും അവിടേക്ക് മാറുക ആ ഏരിയയിലുള്ളവർ. അന്നേരം നമ്മൾ മാപ്പൊക്കെ എടുത്ത് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് എന്താണ് ബങ്കർ എന്നുള്ളത് അറിയാം, എവിടെയൊക്കെ ബങ്കർ ഉണ്ടെന്നുള്ളതിന്റെ ലൊക്കേഷൻ കാര്യങ്ങൾ വരെ നമുക്ക് ഷെയർ ആയി തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു സ്പേസ് ആണ് ബങ്കർ എന്ന് പറയുന്നത്. അവിടുത്തെ മെട്രോ സ്റ്റേഷനുകളും എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വാറൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ ബിൽഡിംഗ്സിന്റെ അണ്ടറിലും ഒരു ബങ്കർ അവര് എപ്പോഴും ബിൽഡ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അന്നേരം ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ഓക്കെ, ഇപ്പൊ നമ്മള് ഹോസ്റ്റലിൽ നിന്ന കുട്ടികളാണ്. അന്നേരം ഇപ്പം ഇൻ കേസ് ഒരു ഇവാക്യുവേഷൻ ഉണ്ടായാലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്റ്റൽ കുട്ടികൾക്കായിരിക്കും ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറെ ഫ്രണ്ട്സും വിളിച്ചു പറഞ്ഞു. നമ്മൾ 2 പേര് തന്നെയാണ്, കൂടെ ആരും ഇല്ല. അന്നേരം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തു, ഹോസ്റ്റലുള്ളവരെ. അങ്ങനെ ഹോസ്റ്റലുള്ള വാർഡനെ കോൺടാക്ട് ചെയ്തു. അന്നേരം അവര് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഹോസ്റ്റൽ ബംഗേഴ്സിലോട്ട് മൂവ് ചെയ്യും, അതാകുമ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, പോവാണെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇവാക്വേഷൻ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാന്ന രീതിയിൽ. അങ്ങനെ ഞങ്ങള് ഈ ലാപ്ടോപ്പ് ബാഗ്, ഈ സർട്ടിഫിക്കറ്റ് ഉള്ള ബാഗ് എടുത്തിട്ട് ഞങ്ങള് ഹോസ്റ്റലിലേക്ക് പോയി. അന്നേരം അവര് നമ്മളെ അവിടെ അനുവദിച്ചു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ശരിയാ നമ്മൾ പോയി, പക്ഷേ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫുഡോ പൈസയോ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അന്നേരം ഞങ്ങളുടെ കയ്യിൽ ഒരു 300 ഗ്രീവൻസേ ഉള്ളായിരുന്നു. നാട്ടിൽ അറൌണ്ട് 1000 ഉണ്ട്. അന്നേരം അതിനുള്ളിൽ, കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ എത്ര ദിവസം 4-5 ദിവസം ഒന്നും ഞങ്ങൾ ഇരിക്കുന്ന പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം അത്യാവശ്യം 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം നിൽക്കാം, പിന്നെ നമുക്ക് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാലോ എന്നുള്ള രീതിയിൽ ഞങ്ങള് ഈ 300 എടുത്ത് ഞങ്ങള് ഹോസ്റ്റലിൽ നിന്ന് സാധനം വാങ്ങാനെന്ന് പറഞ്ഞ് അടുത്ത പിന്നെ ഹോസ്റ്റലിലും അലോ ചെയ്തു ഇത്ര മിനിറ്റിനുള്ളിൽ സാധനം വാങ്ങിയിട്ട് തിരിച്ചു വരാൻ. അവർക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫുഡ് ഇല്ല. അതുമല്ല നമ്മളിപ്പോ ഔട്ട്സൈഡിൽ നിന്ന് വന്ന 2 കുട്ടികളാണ്. അതുപോലെ നമ്മൾ വന്ന പോലെ തന്നെ ഒരുപാട് പേര് വേറെ വന്നിട്ടുണ്ട് ഇതുപോലെ ഫ്ലാറ്റിൽ നിന്ന് താമസിച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് എന്തായാലും ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കായിരിക്കും ഇപ്പൊ എന്ത് ചെയ്താലും ഒരു പ്രിഫറൻസ് ഉള്ളത്. അപ്പൊ അത് കഴിഞ്ഞുള്ള നമ്മൾ ഔട്ട്സൈഡേഴ്സിന്. അന്നേരം ഞങ്ങൾ ഇറങ്ങിയപ്പോ കാണുന്ന സീൻ എന്ന് വെച്ചാൽ ആൾക്കാർ ഭയങ്കര തിരക്ക്, സ്ട്രീറ്റിലെല്ലാം
ATM എടുക്കുന്നിടത്ത് ATM കൗണ്ടറിൽ വരെ വലിയൊരു ക്യൂ ആയിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പിലാണ് ഞങ്ങൾ പോയത്. പേടിച്ച് ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിലാണ് പോയത്. അവിടെ പോയപ്പോൾ ഷോപ്പ് അവർ ക്ലോസ് ആക്കിയാണ്. കാരണം അവിടുത്തെ സാധനങ്ങളെല്ലാം തീർന്നു ആ ടൈമിനുള്ളിൽ. അതിനെ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിന് അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ നടന്നു പോയി. നടന്നു പോകുമ്പോഴെല്ലാം ദൂരെയും ശബ്ദങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം മേടിക്കാൻ നമ്മൾ പോവാണ്. അങ്ങനെ ഞങ്ങള് നല്ല സ്പീഡിൽ ഓടി നടന്നൊക്കെയാണ് പോയത്. പെട്ടെന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു കയറാൻ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ 100 മെസ്സേജസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നേരത്തെ എല്ലാവരും വരണം, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു 100 മെസ്സേജ് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ടാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് പോകുന്നത്. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി. അവിടെ ചെന്നപ്പം വലിയ സ്പേസ് ഉള്ള സൂപ്പർ മാർക്കറ്റ് ആണ്. പക്ഷേ എന്നാലും അവിടുത്തെ സാധനങ്ങളും തീർന്നു കഴിഞ്ഞു. ഞങ്ങളുടെ കൈ ആകെ 300 ഗ്രീവൻസ് ആണ് ഉള്ളത്. അതായത് ഞങ്ങൾ ആ പൈസക്ക് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ആപ്പിള്, അവിടെ ഏറ്റവും കിട്ടുന്ന സാധനം ആപ്പിള്, കുറച്ച് ബിസ്ക്കറ്റ്, പാല്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, നൂഡിൽസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് വാങ്ങാൻ കഴിയും. കടയിലെ സാധനങ്ങൾ തീർന്നിട്ട് പോലും അവിടെ ആൾ അതുപോലെ കൂടുമായിരുന്നു. കാരണം എല്ലാവരും അവരവരുടെ കാര്യമാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിക്കണം, പോകണം, അറിയത്തില്ല. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. വെള്ളം, അത്യാവശ്യത്തിന് വെള്ളം എടുത്തു വെക്കുക. ഞങ്ങളും വെള്ളം വാങ്ങി. അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീണ്ടും കാരണം നമുക്ക് ഹോസ്റ്റലിൽ അന്നേരം കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. അന്നേരം ഈ ഹോസ്റ്റലിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അന്നേരം അവിടെ പോയി ഞങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിലേക്ക് കയറാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി നമ്മൾ കുറച്ച് നൂഡിൽസ് കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ എന്റെ പ്ലേറ്റിലാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചു. ഈ സ്പൂൺ എടുത്ത് ഒരു സ്പൂൺ ഞങ്ങൾ കഴിക്കാൻ പോയി കഴിഞ്ഞൊരു ഭയങ്കര ശബ്ദം. അപ്പോഴത്തേക്ക് ആ ഫ്ലാറ്റിലുള്ളവരെല്ലാം ഓടിയിട്ട് പറഞ്ഞു എല്ലാവരും താഴോട്ട് പോവാ, ആരും റൂമിൽ നിൽക്കേണ്ട, എല്ലാവരും താഴോട്ട് പോവാൻ. ഞങ്ങൾ അന്നേരം ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തേ ഇല്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്താണ് ഷെല്ലാക്രമണം നടക്കുന്നതെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. മീൻസ് അതുപോലെ സൗണ്ടും വൈബ്രേഷനും ആയിരുന്നു. അതായത് എല്ലാവരും വിചാരിക്കും നിങ്ങൾ ഹോസ്റ്റലിൽ തന്നെ തിരിച്ചു പോകുന്നത്. കാരണം അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗം ആ ടൈമിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഫ്ലാറ്റിൽ പോയി നമ്മൾ കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ കയറാം. അത്രയും നേരം നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇവൻ ഇച്ചിരി വെള്ളം പോലും 4 മണിക്ക് ഇത് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ 10-11 മണിയായി കാണും. അതെ, 10-11 മണിക്കാണ് നമ്മൾ ഈ സാധനം എല്ലാം വാങ്ങാൻ പോയത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആ ഫ്ലാറ്റിലെ ബംഗറിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതായത് ഞങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങളുടെ പാസ്പോർട്ട്, ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളും രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്, അറിയത്തില്ല. അതുമല്ല അപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റലിന്റെ ഡോറും ക്ലോസ് ആയി കാണുമല്ലോ. കുട്ടികളെല്ലാം തിരിച്ചു കയറിയെന്ന് കരുതി അവർ ക്ലോസ് ആക്കി കാണും ഈ ശബ്ദം കേട്ട ഉടനെ. അപ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഒരു 5 മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം, പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് കയറാൻ വെച്ച്. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നു. ഞങ്ങൾ ആ ആഹാരം കഴിച്ചില്ല, അവിടെ ഇരിക്കുകയാണ്. അന്നേരം നമ്മൾ വന്ന വഴി നമ്മൾ ആപ്പിളും ആ ബിസ്ക്കറ്റും വെള്ളം മാത്രം എടുത്ത് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഒന്നിനും പുറത്തിറങ്ങിയിട്ടില്ല, ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. അന്നേരം നമുക്ക് ആ ടൈമൊക്കെ നമുക്ക് ഹോസ്റ്റൽ റൂമിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ റൂമിലാണ് നമ്മൾ ഇരുന്നത്. അവിടെ നമുക്ക് ഇരിക്കായിരുന്നു. ഫസ്റ്റ് ഡേ തൊട്ട് നമ്മളെ പിന്നെ അവിടെ ഇരുത്തുന്നില്ല, എല്ലാവരും ബംഗേഴ്സിൽ തന്നെ ഇരിക്കണം. കാരണം നമ്മള് ഗേൾസ് ആണ്, നമുക്ക് ടോയ്ലറ്റ് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു റൂമിലൊന്നും ഇരിക്കാൻ പറ്റില്ല. പിന്നീട് അങ്ങോട്ട് റൂമിലൊന്നും ഇരിക്കാനേ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. മീൻസ് കംപ്ലീറ്റ് നമ്മൾ ബംഗറിലോട്ട് മാറിയാണ്. അങ്ങനെയാണ്. അന്നേരം നമ്മുടെ ഹോസ്റ്റലിലെ അണ്ടർഗ്രൗണ്ടിൽ എത്തി. അന്നേരമാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ അങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. ഏകദേശം ഒരു 150-160 കുട്ടികളോളം ഉണ്ട്, ബോയ്സും ഗേൾസും ആ ബംഗറിൽ ഉണ്ടായിരുന്നു. ബംഗർ എന്ന് പറയുന്നത് ഒരു ഇരുണ്ട അടഞ്ഞ ഒരു മുറി, നല്ലപോലെ ഒരു ഓക്സിജൻ പോലും അത്രയും കിട്ടൂല ഉണ്ട്. പക്ഷേ എന്നാലും നമ്മള് ആ ഒരു റൂമിൽ ഇരിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കും. അവരൊന്നിനും യൂസ് ചെയ്യാത്തൊരു റൂമാണ്. പൊടി പിടിച്ച് തറയൊന്നും ഒന്നും ചെയ്തിട്ടില്ല, മണ്ണായിരുന്നു, ഫുൾ മണ്ണ്, ഫുൾ പൊടിയായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിലെ യൂസ് ആക്കിയ പഴയ ബെഡുകള് കാര്യങ്ങളൊക്കെ കൊണ്ടിടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിന്റെ ജിമ്മിന്റെ പഴയ എക്യുപ്മെന്റ്സ് ഒക്കെ കേടായത് അതൊക്കെ കൊണ്ടുപോയി സ്റ്റോർ റൂം പോലെ കീപ്പ് ചെയ്ത ഒരു പ്ലേസ് ആയിരുന്നു ഈ ബങ്കർ എന്ന് പറയുന്നത്. അന്നേരം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കുട്ടികളെല്ലാം ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇരിക്കുകയും എല്ലാം ചെയ്ത പൊടിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് പൊടി കാരണം നമുക്ക് എന്തുവാ ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ട്, മീൻസ് ആസ്മ കാര്യങ്ങളെല്ലാം ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അവരെല്ലാം സ്റ്റിൽ ഈ പ്രശ്നം കാരണം അതിനകത്ത് തന്നെയാണ് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല. അന്നേരം നമ്മളൊരു ജിമ്മിന്റെ ഒരു പഴയ മെഷീന്റെ ഒരു കമ്പിയിലുണ്ട്. ആ കമ്പിയിലാണ് ഞങ്ങൾ 5 ദിവസം ഞങ്ങൾ രണ്ടുപേരും മാറി ഇരുന്നതും ഉറങ്ങിയത്. ഇപ്പൊ ഒരാൾക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അടുത്ത ആള് കുറച്ചു നേരം മാറി ഇരിക്കുക. വേറെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ ഇരിക്കുക. അന്നേരം അവൾ അവിടെ ഇരിക്കും, കാരണം ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങള് ഇരുന്നു.
നമ്മൾ അന്നേരം നമ്മളുടെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോണിലൂടെ അറിയുന്നുണ്ടായിരുന്നു. ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിൽ നമ്മളെ റൂമിലേക്ക് വിടുമായിരുന്നു. കാരണം ഈ ബങ്കറിൽ ആകെ ഒരു ഇടുങ്ങിയ ടോയ്ലറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഗേൾസും ബോയ്സും 160 കുട്ടികളോളം യൂസ് ചെയ്യുന്നത്. അന്നേരം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വാഷ് ബേസിൻ ബ്ലോക്ക് ആയി തുടങ്ങി, വെള്ളത്തിന് വെള്ളം പ്രശ്നമായി തുടങ്ങി, ഹൈജീൻ ഒന്നും ഇല്ലാതായി തുടങ്ങി. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി തുടങ്ങി. പീരീഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ ആ ഒരു ടൈമിൽ നമ്മളെ മേളിൽ പോകാൻ അനുവദിച്ചത്. ആ ടൈമിൽ ഞങ്ങൾ പോയി അത്യാവശ്യം വെള്ളം കുടിക്കും, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യും, തിരിച്ച് നമ്മൾ ആ പറയുന്ന ടൈമിനുള്ളിൽ ഇറങ്ങും, താഴെ ബങ്കറിൽ ഇറങ്ങും. അങ്ങനെ 6 മണി ടു 10 മണി നമ്മുടെ എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ അണ്ടർഗ്രൗണ്ടില് ഒരു എന്താ ഒരു നമ്മുടെ പഴയ 60 വാട്ട് ലൈറ്റ് ആണെന്ന് തോന്നുന്നു. ആ ലൈറ്റ് ആയിരുന്നു ആ ബങ്കറിലുള്ളത്. അത് വരെ നമ്മൾ ആ ഇരുട്ടത്താണ് ഈ 6 ടു ഒരു 10, 11, 12 മണി വരെ ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഇങ്ങനെ അവർക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി, ഇനി പുറത്തിറങ്ങുന്ന ആരെയും ഷൂട്ട് ചെയ്യാനും റൈറ്റ് അവർക്കുണ്ട് എന്നുള്ള ഈ ലൈറ്റ്സും ഈ ഫോണിന്റെ ഇതൊക്കെ വെച്ച് അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടും, സിഗ്നൽ അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളോട് ഫോൺ എല്ലാം ഓഫ് ചെയ്ത് വെക്കണമെന്ന് അവർ പറയുന്നത്. കാരണം ആ സമയത്ത് ഹോസ്റ്റൽ എന്നല്ല, ഫ്ലാറ്റ് എന്നല്ല, വീടെന്നല്ല, യൂണിവേഴ്സിറ്റി എന്നല്ല, ഹോസ്പിറ്റൽ എന്നല്ല, എല്ലായിടത്തും അവര് ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് മിസൈലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ലൈറ്റ്സ് ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരുട്ടത്തായിരുന്നു ഞങ്ങൾ ഒരു 6 മണി തൊട്ട് 12 മണി വരെ ഒരു ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കും. കാരണം ഈ ഇരുട്ടത്തിരിക്കുമ്പോൾ നമ്മളെ വേറൊരു കാര്യം, നമ്മളോട് സൈലന്റ് ആയിരിക്കാനും കൂടിയാ പറയുന്നത്. നമ്മൾ ആരും ഒരു ശബ്ദവും ഉണ്ടാക്കാതെ സൈലന്റ് ആയിട്ട്. അതെ, കാരണം മണ്ണായോണ്ട് ആ മണ്ണിൽ തണുപ്പ് അടിക്കാൻ തുടങ്ങി. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള്. അങ്ങനെ ഞങ്ങൾ സൈലന്റ് ആയിട്ട് 12 മണി വരെയൊക്കെ ഇരിക്കുന്നത്. ആകപ്പാടെ മീൻസ് കംപ്ലീറ്റ് പോയ ഒരു ചത്ത അവസ്ഥയാണ്. കാരണം ഇനി മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ സൈലന്റ് ആയി ഇരിക്കുന്ന ടൈമില് നമ്മൾ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും നമ്മുടെ ആ ബിൽഡിങ്ങിലേക്കാണ് വീഴുന്നത്, ഈ ബോംബൊക്കെ വീഴുന്നത്. കാരണം അതുപോലെ ശബ്ദം, അങ്ങനെ ഒരു ശബ്ദം ഉണ്ടായപ്പോ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു, നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം നമ്മൾ മരിക്കുവാണെങ്കിൽ ഇനി മുന്നോട്ട് വീട്ടുകാരെ കാണാൻ പറ്റുമോന്നോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമോ ഒന്നുമില്ല. ഇപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നവരെല്ലാം നോക്കാം, ട്രൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജ് തരുന്നത്. ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ നമ്മുടെ എംബസിയും അതുപോലെ അവരെല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ നമ്മൾ 4 ദിവസം നമ്മളിങ്ങനെ അവിടെ ബംഗാളിൽ ഇരുന്നു. അങ്ങനെ ഈ 4 ദിവസം നമ്മൾ കുട്ടികൾ കുറച്ചുപേര് നമ്മുടെ കീവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെല്ലാം ബോർഡറിലേക്ക് പോകാൻ തുടങ്ങി എന്നുള്ള നമുക്ക് മെസ്സേജുകൾ കിട്ടി. അന്നേരം നമ്മൾ ഖാർക്കീവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നമുക്ക് നല്ല ദൂരമാണ് നമുക്ക് ബോർഡറിലേക്ക് എത്താൻ. കാരണം നമ്മളൊരു ട്രെയിൻ പിടിച്ച് നമ്മൾ ലിവിവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുന്ന് ഒരു 2.5 hour ട്രാവൽ ചെയ്ത് വേണം നമ്മൾ ഏത് ബോർഡറിൽ പോകണമെങ്കിലും പോവാൻ. അന്നേരമാണ് അറിയുന്നത് യുക്രൈൻ ഇത്ര കൺട്രീസുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പോലും ഞങ്ങൾ അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് കുട്ടികളെ നമ്മൾ പ്ലാൻ ചെയ്തു, എങ്ങനെ നമ്മൾ പോകണം, എത്ര പേരായിട്ട് പോകണം. കാരണം എംബസി പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ബോർഡറിലേക്ക് എത്തുക എന്നതാണ്. ബാക്കി കാര്യങ്ങള് മുന്നോട്ടുള്ളത് അവരെല്ലാം ചെയ്ത് പക്ഷെ നമ്മൾ എത്തണം എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മുടെ അന്നേരത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് എങ്ങനെ ഈ ബോർഡറിൽ എത്തും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യം അതായിരുന്നു. പക്ഷെ എങ്ങനെ അതാണ് നമ്മളും എംബസിയോടും ബാക്കി ആൾക്കാരോടെല്ലാം ചോദിക്കുന്നത്, ഞങ്ങൾ ഈ ഖാർക്കീവിൽ നിൽക്കുന്നവർക്ക് അത്രയും ദൂരം എങ്ങനെ നമ്മൾ എത്തും. കാരണം അന്നേ ആ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങിയതും ഖാർക്കീവിലാണ്. ഖാർക്കീവ് എന്ന സിറ്റിയെയാണ് അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കുട്ടികൾ എങ്ങനെ പോകാം എന്നൊക്കെ ഞങ്ങള് പ്ലാൻ ഉണ്ടാക്കി, കുറച്ച് വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു, എങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ആ ബോർഡറിലേക്ക് എത്താം. നമ്മുടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ 5ാമത്തെ ദിവസമായി. നമ്മുടെ ഹോസ്റ്റലേഴ്സ് തന്നെ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ പോവാണെങ്കിൽ പോകേണ്ടവർ പോവാ, ആരും ഇനി ഹോസ്റ്റലിൽ നിൽക്കേണ്ട, എസ്കേപ്പ് ആവാൻ പ്രായമുള്ളവരെല്ലാം പോയിക്കോളാം. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അങ്ങനെ പറഞ്ഞു. അതായത് നമ്മൾ കുറച്ച് ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. ആ ലാസ്റ്റ് ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേക്ക് ഓരോരുത്തർ പിൻവലിയാൻ തുടങ്ങി, പേടി കാരണം അവർക്ക് ഇനിയും ടൈം വേണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചകത്തേക്ക് വീട്ടിൽ നിന്നുള്ള ഇതൊക്കെ കാരണമാണ് അവർ പിൻവലിഞ്ഞത്. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് അകത്ത് കയറാനും പറ്റില്ല, പോകുന്ന വഴി സംഭവിച്ചാലോ അങ്ങനത്തെ ഒക്കെ കുറെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ അന്നേരം വരും. അന്നേരം നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അവർ നമ്മളോട് പോകാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാം. എംബസി എന്ത് പറയുന്നു അത് വെച്ച് ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലും ബോർഡറിൽ എത്താം, നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളും കൂടെ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലായിരുന്നു ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അന്നേരം നമ്മുടെ ഹോസ്റ്റലിലേക്ക് കയറാനും തിരിച്ചിറങ്ങാനും നമുക്ക് എൻട്രി കാർഡ് ഉണ്ട്, അത് വെച്ചാണ് നമ്മൾ അകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നത്. അതായത് ഇറങ്ങാൻ നിന്ന ടൈമില് നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത് ഒരു യുക്രൈനിയൻ സ്ത്രീയായിരുന്നു.
അന്നേരം അവര് നമ്മളെ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബയ്യ ഉണ്ടായിരുന്നു. ആ ബയ്യോട് പറഞ്ഞു, ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒരു ഇന്ത്യൻ ആള് എന്ന രീതിയിൽ ഒരു ബയ്യ ഉണ്ടായിരുന്നു. അന്നേരമാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് അവരുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ. വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മൾ എസ്കേപ്പ് ഇടുന്നത്. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന വഴിക്ക് എന്ത് സംഭവിച്ചാലും അത് എന്ത് പറ്റിയാലും അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഹോസ്റ്റലോ ഒന്നും അതിന് റെസ്പോൺസിബിൾ അല്ല, അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു വീഡിയോ ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് വിഷമം വന്നു. അവരും അങ്ങനെ പറയുന്നത് കേട്ടിട്ട്. അന്നേരം വേറെ മാർഗമൊന്നുമില്ല, നമുക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അയച്ചിട്ട് വേണം പോകാൻ. പിന്നെ നമ്മള് നാല് പേര് ചേർന്ന് നമ്മൾ ആ വീഡിയോ ഗ്രൂപ്പ് പോലെ ഒരു വീഡിയോ എടുത്തു. ആ വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ 100 കൂട്ടം കാര്യങ്ങളാണ് പോകുന്നത്. മീൻസ് നമ്മൾ പോകുന്ന വഴിക്ക് ഇനി എന്താവും എന്നുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്നു, നമ്മുടെ ജീവൻ ഇനി എന്താന്ന് ഉള്ളതൊക്കെ ഒരു ഭയങ്കര ഒരുപാട് ക്വസ്റ്റ്യൻ ആണ് മൈൻഡിൽ കൂടെ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആ വീഡിയോ എടുത്ത് കൊടുത്തു. അതായത് നമ്മളോട് എന്നാ പോയിക്കോളാം, നമുക്കത് ഓപ്പൺ ആക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഈ ശബ്ദങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന കൂട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോഴത്തേക്ക് പുറത്ത് ഫ്ലാറ്റിലുണ്ടായിരുന്ന കുറച്ച് സീനിയേഴ്സ് നമ്മളെ അവിടെ നിന്ന് കൂട്ടാൻ വന്നു. ഞങ്ങൾ അങ്ങനെ കുറച്ച് പേരായിരുന്നു പ്ലാൻ ഇട്ടത്. കാരണം അവർക്കേ അറിയത്തുള്ളൂ, കാരണം അവര് ലാസ്റ്റ് ഇയേഴ്സ് ഒക്കെ ആയിരുന്നു സ്ഥലങ്ങളെ പറ്റി. നമ്മൾ തേർഡ് ഇയർ ആകുമ്പോൾ നമ്മൾ ജൂനിയേഴ്സ് ആണല്ലോ. അന്നേരം നമ്മൾ അവരുടെ കൂടെ ഇറങ്ങി. നമ്മളിങ്ങനെ വെളിയിലിറങ്ങി. അവർ പെട്ടെന്ന് വാ, ഓടി വാ, സമയമില്ല. കാരണം പുറത്ത് നല്ല ശബ്ദങ്ങളാ കേൾക്കുന്നത്. അന്നേരം നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറണം. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ ഓടി. അന്നേരം നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണുന്നത് അവിടെ ഉള്ളവര് തന്നെ എല്ലാവരും അങ്ങോട്ട് പോകുന്നു, ടാക്സികളും വണ്ടികളും എല്ലാം അങ്ങോട്ട് കാണുന്നുണ്ട്. അതിനിടയ്ക്കാണ് നമ്മുടെ ഫോണിൽ പെട്ടെന്നൊരു മെസ്സേജ് വന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പൊ പുറത്തുള്ളവരെല്ലാം മീൻസ് പോകാൻ ഇറങ്ങി വരും, എത്രയും പെട്ടെന്ന് ഷെൽട്ടറിലേക്ക് മാറണം. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു ആ ടൈമിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും. കാരണം ആ ടൈം പിന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടെ പേടിയായി. ഞങ്ങളൊരു ഹോസ്റ്റലിൽ ഞങ്ങൾ ഇച്ചിരി ദൂരം ഞങ്ങൾ മാറി. അന്നേരം ഇനി തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോകാന്നുള്ളത് ഒരു റിസ്ക് ആണ്. അതെ, നമ്മള് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതുമാണല്ലോ. അങ്ങനത്തെ എന്ത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. അന്നേരം നമ്മുടെ കൂടെ കുറച്ച് കുട്ടികളും കൂടെ ജോയിൻ ചെയ്യുന്നു എന്ന് നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞായിരുന്നു കൂടെ ഉള്ള. അന്നേരം അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നു. അവിടെ നിന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് അവിടെ എല്ലാം യുക്രൈൻ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന ടൈമിൽ അവിടെ ഒരു യുക്രൈൻ സോൾജർ പുള്ളിക്കാരന്റെ ഗണ്ണ് ക്ലീൻ ചെയ്യുമായിരുന്നു. അന്നേരം ടൈമിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അറിയാത്ത ട്രിഗർ വലിച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം പെട്ടെന്ന് ശബ്ദം വെടിവെച്ചു. അതെ, ഞങ്ങൾ നിൽക്കുന്നിടത്താണ് മിസൈൽ വീണോ എന്നൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചു പോയി. കാരണം ഞങ്ങൾ നിൽക്കുന്ന തൊട്ടടുത്താണ് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് ആ ഗണ്ണ് ഷോട്ട് വന്നത്. അപ്പോഴത്തേക്ക് വേറൊരു സോൾജർ വന്ന പുള്ളിക്കാരന്റെ വഴക്ക് വന്നു, സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാൻ. ഒരുപാട് പേര് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതാണ്, ഒരുപാട് പേര് പൊക്കോണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അപ്പം എല്ലാവരും പാനിക് ആവും ഇതൊക്കെ കേൾക്കുമ്പോ. അപ്പോഴത്തേക്ക് നമ്മള് അവിടെ നിന്ന് കുറച്ചും കൂടെ മാറി നിന്നു. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. ഇനി എങ്ങനെ നമുക്കിനി അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്, എന്നിട്ട് ഇനി എങ്ങനെ പോകും എന്നുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് നമ്മുടെ കൂടെയുള്ള സീനിയേഴ്സിന്റെ കൂടെ വന്നവര് ടാക്സിയിൽ വന്നു. അന്നേരം ഇത്ര ആൾക്കാർക്ക് പോകാം എന്നുള്ളൊരു കരാറിലാണ് ടാക്സി ആ ടൈമിൽ വന്നുകൊണ്ടിരുന്നത്. അന്നേരം അതിൽ കൂടുതൽ ആൾക്കാരെ അവരെ കേട്ടൂല. കാരണം എല്ലാ ടാക്സി അവൈലബിൾ അല്ല, ചുരുക്കം കുറച്ച് ആൾക്കാർ. അന്നേരം ടാക്സി എടുത്തു. അന്നേരം നമ്മുടെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ഒരു 10-15 മിനിറ്റ് ഉണ്ട്. പക്ഷെ ആ 10-15 മിനിറ്റിന് നമ്മൾ കൊടുക്കേണ്ടത് ഏകദേശം $100 ആയിരുന്നു. എന്ന് വെച്ചാൽ നാട്ടിലൊരു 8,000 രൂപ 10-15 മിനിറ്റ് ട്രാവൽ ചെയ്ത്. അത് നമ്മൾ ഇന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ഉള്ള അവർക്ക് മറ്റു കൂട്ടുകാരുടെ കൂടെ പെട്ടെന്ന് പോകേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ പിന്നെ നമ്മുടെ കൂടെ വേറൊരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഞങ്ങളും ഒരു ബ്ലാങ്ക് ആയ രീതിയിലായിരുന്നു. കാരണം ഞങ്ങൾ വിചാരിച്ചത് അവര് അവര് ആ ടാക്സി അടുത്തേക്ക് പോവുകയാണ്, അവര് ഉടനെ ഞങ്ങളെ വിളിക്കാൻ ഞങ്ങളും ആ ടാക്സിയിലാണ് പോകുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ ടാക്സിയിൽ ഇത്ര പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം അവരുടെ കൂട്ടത്തില് വേറെ ആൾക്കാരുണ്ട്. സോ അവരുടെ ഇതിലാണ് അവരും പോകുന്നത്. ആ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് അവർക്കും റിസ്ക് ആയിരുന്നു. ആ കാരണത്താലാണ് അവര് പോയത്. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്കൊന്നും അറിയത്തില്ല. അവരുടെയൊക്കെ വാക്കുകള് പോകേണ്ട ഇതൊക്കെ വെച്ചുള്ള അവരുടെ പ്ലാനിലാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി എങ്ങനെയാണ് പോകേണ്ടത്, ഏതാണ് സ്ഥലം, അങ്ങനെയൊന്നും വലിയ അറിവില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർ നമ്മളെ വിട്ടുപോയപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കരഞ്ഞു. അതുവരെ നമ്മൾ രക്ഷപ്പെടുവാണ്, നമ്മുടെ കൂടെ ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ നമ്മളിപ്പം വഴിയിലായും പോയി നമുക്കിനി തിരിച്ച് ഹോസ്റ്റലിലേക്ക് കേറാൻ പറ്റുമോ, നല്ല കുട്ടികളെ ഇറക്കുവാണ്.
അത് നമുക്കറിയത്തില്ല. നമ്മൾ പോകാനുള്ള നമ്മൾ അതിനു മുമ്പ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഇറങ്ങുകയാണ്, അന്നേരം ഇനി എവിടെയെങ്കിലും നമ്മൾ എത്തുമ്പോൾ, കാരണം ഫോണിൽ നമുക്ക് പവർ ബാങ്ക് കാര്യങ്ങളൊന്നും ഇല്ല, അന്നേരം ചാർജ് കാണാൻ ഉണ്ടായിരുന്നു. അപ്പൊ കോൺടാക്ട് ചെയ്യാൻ എവിടെയെങ്കിലും വെച്ച് പറ്റുവാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അന്നേരം സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ 3 പേരും കരഞ്ഞു പോയി. അന്നേരം അങ്ങനെ ഞങ്ങൾ അവിടെ അകച്ച് നിൽക്കുകയായിരുന്നു കുറച്ച് സമയം. അന്നേരം നിങ്ങൾക്ക് ഇപ്പൊ ആകാംക്ഷ വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് എസ്കേപ്പ് ആയത്, അതെ, മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തായി, അന്നേരം അതിനകത്താണ് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് ഉള്ളത്. അതെ, ഞങ്ങൾ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത്. അന്നേരം എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടാ ഇതിന്റെ ഡ്യൂറേഷൻ കൂടി പോകും. അവിടെ നിന്ന് ഞങ്ങൾ എങ്ങനെയാണ് നാട്ടിലേക്ക് വന്ന് എന്നുള്ളത് അടുത്ത വീഡിയോയില് അതെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാവരും കാണുക, യുക്രൈൻ സ്റ്റുഡൻസ് ഫേസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അറിയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് കമന്റിൽ പറയുക. അന്നേരം ഇതോടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ, അതിനു മുമ്പേ നമ്മള് യുക്രൈനിലെ കുറച്ച് ക്ലിപ്സും ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതും കാണുക. അന്നേരം അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും 24 лютого. Ранок. Мирне життя України раптово закінчилось і почався новий відлік часу. 3 доби.